നമസ്കാരം. സർക്കാരുകളെ വിമർശിക്കുന്നതിനോടൊപ്പം കുറച്ച് പ്രാക്ടിക്കലാകാൻ സെയിലിംഗ് കമന്ററി ആലോചിക്കുന്നു. കണക്ട് TRV ഇന്നത്തെ സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. ഇന്നലെ ഇവിടെ നിന്ന് മടങ്ങിപ്പോയ MSc ശ്രേയ ബി പോകുന്നത് ബ്രസീലിന്റെ ക്യാപിറ്റലിലോട്ടാണ്, റിയോ ഡി ജനീറോ. നമ്മളപ്പോൾ ലോകത്തിന്റെ മിക്കവാറും എല്ലാ നഗരങ്ങളുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ട് തുടങ്ങിയെന്ന് പറയാം. വലിയ ബന്ധങ്ങളായിട്ടില്ല, എന്നാലും മിക്കവാറും ആഫ്രിക്ക, സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്ക, ഇപ്പുറത്ത് ചൈന, മലേഷ്യ, മിക്കവാറും നമ്മുടെ മറ്റ് പോർട്ടുകളുമായി കണക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞു, പ്രാദേശികമായ ഫീഡർ പോർട്ടുകൾ കൂടാതെ. ഇതിനിടയ്ക്ക് സെയിലിംഗ് കമന്ററിയുടെ ഒരു എപ്പിസോഡ് കണ്ടിട്ട്, അദ്ദേഹത്തിന്റെ പേര് സിനേഷ് എന്നാണ്, സിനേഷ് തൃശ്ശൂരുകാരനാണ്, സീഷെൽസിൽ നിന്ന് എന്നെ കോണ്ടാക്ട് ചെയ്തു. അവിടെയുള്ള കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും നമ്മളെ പഠിപ്പിക്കാനും ഒക്കെ ആയിട്ട് അദ്ദേഹം കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ സീഷെൽസ് വളരെ കൗതുകമുള്ളൊരു സ്ഥലമാണ്. മഡഗാസ്കർ സീഷെൽസിന്റെ പരിസരത്തുകൂടെയാണ് ഇവിടുന്ന് പോകുന്ന കപ്പലുകൾ ബഹുഭൂരിപക്ഷവും ഇപ്പോൾ കടന്നു പോകുന്നത്. സൗത്ത് ആഫ്രിക്കയ്ക്ക് മുമ്പുള്ള 2 ദ്വീപുകളാണ്. മഡഗാസ്കർ ഒരു വലിയ രാജ്യമാണ്. അപ്പൊ സീഷെൽസ് വളരെ ചെറുതാണ്. 1.2 ലക്ഷം ആളുകളെ ഉള്ളൂ. 455 സ്ക്വയർ കിലോമീറ്റർ സ്ഥലമുണ്ട്. അപ്പോ സിനേഷ് തുടർച്ചയായിട്ട് അവിടെയുള്ള പല കാര്യങ്ങളും അറിയിക്കുകയാണ്. അവിടെ എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ, എക്സ്പോർട്ട് എന്താണ്, ഇമ്പോർട്ട് എന്താണ്, അവിടുത്തെ ജീവിത രീതി എന്താണ്. ഇവിടെ നിന്നുള്ള ഇന്ത്യയിൽ നിന്നുള്ള സാധനങ്ങളാണ് കൂടുതലുള്ളത്. ടാറ്റയുടെ വാഹനങ്ങൾ കൂടുതൽ ഓടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇവിടുന്ന് സാധനങ്ങൾ അവിടെ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, അവിടെ നിന്ന് എന്താ ഇങ്ങോട്ട് വരാൻ സാധ്യതയുള്ളത്? അപ്പോൾ അയൺ സ്ക്രാപ്പും പിന്നെ ട്യൂണ, നമ്മുടെ ചൂര മത്സ്യവും ടിന്നിലാക്കിയത്, അതാണ് പ്രധാനമായിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരേണ്ടത്. ദുബായ് പോലെ തന്നെയുള്ള ഒന്നാം തരം ഒരു ടൂറിസ്റ്റ് സെന്ററാണ്. ഇന്റർനാഷണൽ ആളുകളെല്ലാം അവിടെ റിസോർട്ടുകൾ വാങ്ങി ബീച്ച് റിസോർട്ട് പോലെ സ്വന്തമാക്കാം. പക്ഷേ സിറ്റിസൺഷിപ്പ് കിട്ടുമെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അങ്ങനെയുള്ള റിസോർട്ടുകളുടെ ഇത് സൗദിയല്ല, അബുദാബി ഷെയ്ഖിന്റെ ഒരു താമസ സ്ഥലവും അദ്ദേഹം ഷൂട്ട് ചെയ്ത് അയച്ചു തന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സിനേഷ് എനിക്ക് അവിടെയുള്ള സീഷെൽസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം തോന്നിയത്, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇരിക്കുന്ന NRKs മലയാളികൾ എന്തുകൊണ്ട് നമുക്ക് പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് നാളെ ഏതെങ്കിലും തരത്തിൽ ഇതൊരു ബിസിനസ്, എക്സ്പോർട്ട്, ഇമ്പോർട്ട്, വാല്യൂ അഡീഷൻ പ്രക്രിയയായിട്ട് എന്തുകൊണ്ട് നമുക്ക് മാറ്റിക്കൂടാം? ഇപ്പൊ തന്നെ ചിറ്റഗോഗില് കണക്ഷനുണ്ട്, ടാൻസാനിയയിൽ കണക്ഷനുണ്ട്. എല്ലാം ഈ പോർട്ട് റിലേറ്റഡ് ആയിട്ട് സെയിലിംഗ് കമന്ററിയിലൂടെ കിട്ടുന്നതാണ്. ജിബൂട്ടിയിൽ കണക്ഷനുണ്ട്, ഇറാഖിലുണ്ട്, പോർട്ട് ക്ലാങ്ങിലുണ്ട്, ഇപ്പൊ സീഷെൽസിലുണ്ട്. അങ്ങനെ ലോകത്തിന്റെ പല ചൈനയിലുണ്ട്. അങ്ങനെ പല ഭാഗത്തും നമുക്ക് ആളുകളുണ്ടെങ്കിൽ ഇത് പരസ്പരം കണക്ട് ചെയ്ത് ബിസിനസ്സിനല്ല, ബിസിനസ്സിന് മുൻപുള്ള ഒരു മാർക്കറ്റ് സർവേ പോലെ ബേസിക് ആയിട്ടുള്ള ചില ഇൻഫർമേഷൻസ്. ഇപ്പോ സിനേഷ് പറയുന്നത് അവിടെ നിന്ന് സ്ക്രാപ്പ് അയക്കാം. സീഷെൽസ് നിന്ന് ക്വാണ്ടിറ്റി കുറവാണ്, സീഷെൽസ് നിന്ന് സ്ക്രാപ്പ് ഇങ്ങോട്ട് അയക്കാം. ആരെങ്കിലും ബയേഴ്സ് ഉണ്ടോ? അദ്ദേഹത്തിന് ചെയ്യാനല്ല, ദയവേത് തെറ്റിദ്ധരിക്കരുത്, അദ്ദേഹത്തിന് ബിസിനസ് ചെയ്യാനല്ല. ഇങ്ങോട്ട് അയക്കുന്ന ആളുകളുണ്ട്, അവരെ കണക്ട് ചെയ്ത് കൊടുക്കുന്നു. തിരിച്ചിവിടുന്ന് അങ്ങോട്ട് പോകുന്ന സാധനങ്ങൾ, വാഹനങ്ങൾ പോകുന്നുണ്ട്, ഭക്ഷ്യസാധനങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ ഗുജറാത്ത് നിന്നാണ് കൂടുതൽ പോകുന്നത്, തമിഴ്നാട്ടുകാരുടെ കടകൾ കൂടുതലുണ്ട്. ഇങ്ങനെയുള്ള വിവരങ്ങൾ അറിയുമ്പോൾ റിയോ ഡി ജനീറോ പോലെ സൗത്ത് അമേരിക്ക, ഇനി ഏഷ്യ, അമേരിക്കയുടെ പടിഞ്ഞാറൻ തീര, ഇതെല്ലാമായിട്ട് നമ്മൾ കണക്ട് ചെയ്തുകൊണ്ട് സെയിലിംഗ് കമന്ററിയുടെ വ്യൂവേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ, അവരെ ഒരു ബിസിനസ്സിൽ ഒരു ഹാൻഡ് ഹോൾഡിംഗ് ആയിട്ട് നടത്താൻ സെയിലിംഗ് കമന്ററി ആഗ്രഹിക്കുന്നു. വലിയ തോതിലുള്ള ഇൻപുട്ടും തരാൻ പറ്റില്ല, കാരണം എല്ലാവരും ഫുൾ ടൈം വർക്ക് ചെയ്യുന്നവരാണ്. അവരുടെ പരിമിതമായ സമയങ്ങൾക്കുള്ളിൽ, അറിവുകൾക്കുള്ളിൽ അത്തരം വിവരങ്ങൾ നമുക്ക് ശേഖരിച്ചു തരാൻ ആളുകൾ തയ്യാറാണ്. നമുക്കത് ഉപയോഗപ്പെടുത്താൻ മുന്നോട്ട് വരണം.
നമ്മളിപ്പോൾ വലിയ വലിയ കപ്പലുകൾ, ആഴം കൂടിയ കപ്പലുകൾ, ഇവയൊക്കെ വരുമ്പോഴാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യാനും പരസ്പരം ആശയവിനിമയം കൈമാറാനും ഒക്കെ ശ്രമിക്കുന്നത്. നമ്മുടെ ഇവിടെ കഴിഞ്ഞ മാസം ജനുവരി മാസം 8-ാം തീയതി ഒരു കപ്പൽ വന്നുപോയി, MSC റോബർട്ട 5. പ്രത്യേകിച്ചൊന്നും റിപ്പോർട്ട് ചെയ്യാനില്ല. ഒരു ശരാശരി 294 മീറ്റർ നീളം. അത്രയും നീളം വരുന്ന കപ്പലുകളെ കുറിച്ച് നമ്മൾ അങ്ങനെ നമ്മളിപ്പോൾ 400 മീറ്റർ MSC ഐറിന സിംഗപ്പൂരിൽ നിന്ന് നമ്മുടെ TRVയിലോട്ട് വരുമോ എന്നുള്ള ഒരു ആകാംക്ഷയിൽ കൃഷ്ണകുമാർ അവർക്ക് മെയിൽ അയക്കുകയൊക്കെ ചെയ്ത് MSCക്ക് സിംഗപ്പൂരിൽ നിന്ന് വരുന്ന വഴിക്ക് നമ്മുടെ TRVയിലോട്ട് പോകണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ നേരെ വലൻസിയയിലോട്ട് പോവുകയാണ്. അപ്പൊ ഇങ്ങനെ വലിയ 400 മീറ്റർ കപ്പലുകൾ അന്വേഷിക്കുമ്പോൾ 294 നമ്മൾ അങ്ങനെ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ അത് ആഘോഷിക്കുന്ന ചില പോർട്ടുകളുണ്ട്. ഇപ്പൊ ഞാനൊരു പഴയ മെസ്സേജ് മറിച്ചു നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് ദ ഫസ്റ്റ് മെഗാ വെസൽ ഓഫ് ദിസ് ഇയർ ടു കോൾ ദക്ഷിൺ ഭാരത് ഗേറ്റ് വേ ടെർമിനൽ വിവോ ചിദംബരനാർ പോർട്ട് തൂത്തുക്കുടി. അവിടെ ആ വർഷം കഴിഞ്ഞ വർഷം 2024 വന്ന ഓഗസ്റ്റ് മാസത്തിലാണ് ഈ മെസ്സേജ്, 16/8/24. അതുവരെ വന്നതിൽ വെച്ച് ഏറ്റവും വലിയ കപ്പലാണ് നമ്മുടെ ഇവിടെ വന്നുപോയ റോബർട്ട 5. നമ്മുടെ ഇവിടെ വരുന്നതിന് മുമ്പാണ്, ഓഗസ്റ്റിലാണ്. പക്ഷെ ആ മെസ്സേജ് ഞാൻ ഇപ്പോഴാണ് റീകളക്ട് ചെയ്ത് രണ്ടിനെയും കൂടെ കണക്ട് ചെയ്യാൻ നോക്കുന്നത്. അത് ഇങ്ങനെ നോക്കാൻ കാരണം തൂത്തുക്കുടിയിലെ ഒരു വിഷയമാണ്. നമ്മൾ ഇന്നലെ സംസാരിച്ചത് നമ്മുടെ പോർട്ടിന്റെ ആഴമാണ്, അല്ലെ? ഡ്രാഫ്റ്റും ടൈഡൽ വേരിയേഷനും എത്രത്തോളം ഇതിനെ കണക്ട് ചെയ്യുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഡ്രാഫ്റ്റ് ഇല്ലാത്തത് കൊണ്ട് 100ഓളം തൊഴിലാളികൾ നിരാഹാരമിരിക്കുകയാണ്. അവരുടെ തൊഴിൽ നഷ്ടപ്പെടുന്നു. ഫെബ്രുവരി 28 വിവോ ചിദംബരനാർ പോർട്ടിലെ ഒരു ടെർമിനൽ, PSA സിക്കാൽ എന്ന് പറയുന്ന ടെർമിനൽ ഷട്ട് ഡൗൺ ചെയ്യുന്നു. 100ഓളം തൊഴിലാളികൾ നിരാഹാരമിരിക്കുന്നു. എന്താണ് കാരണം? അവരുടെ ആഴക്കുറവ് ഒരു വിഷയമാണ്. അപ്പൊ നമുക്ക് ഇന്ന് ലഭ്യമായ ഈ ആഴത്തെക്കുറിച്ച് നമ്മൾ എത്രത്തോളം ഗൗരവത്തോടെ, എത്രത്തോളം പ്രാധാന്യത്തോടെ, അതെന്നും നിലനിൽക്കണേ എന്നുള്ള പ്രാർത്ഥനയോടെ എത്ര നാൾ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ട്. വാർത്ത ഇങ്ങനെയാണ്: PSA സിക്കാൽ ടെർമിനൽസ് ലിമിറ്റഡ്, ദ ഫെസിലിറ്റി majority owned by Singapore state-owned PSA International Private Limited at VOC Port in Tamil Nadu, said it will wind down the terminal on February 28, 3 years before the 30-year contract ends in 2028. 2028 അവസാനിക്കേണ്ട ഒരു കോൺട്രാക്ട് ഞങ്ങൾ 3 വർഷം മുമ്പ് അവസാനിപ്പിക്കുകയാണ്. നിവൃത്തിയില്ല, ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ആർക്കാണ് പറ്റാത്തത്? സിംഗപ്പൂർ പോർട്ടിനാണ്. PSA പോർട്ട് ഓഫ് സിംഗപ്പൂർ എന്ന് പറയുന്ന രാജാവ്, മറൈൻ രംഗത്തെ, കപ്പൽ രംഗത്തെ ചക്രവർത്തി പറയുകയാണ്, അവർക്ക് ഈ പോർട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ 3 വർഷം മുമ്പ് ഈ കരാർ അവസാനിപ്പിച്ച് പോർട്ട് തന്നെ വൈൻഡപ്പ് ചെയ്ത് VOCക്ക്, വിവോ ചിദംബരനാർ പോർട്ടിന് തിരിച്ചേൽപ്പിക്കുകയാണ്. എന്താണ് കാരണം? സിംഗപ്പൂരിന് പോലും ഒരു പോർട്ട് നടത്താൻ പറ്റാതെ വരുന്ന കാരണം എന്താണ്? ഇനിയും 3 വർഷം അവർക്കുണ്ട്. കരാറിന്റെ മറ്റു കാര്യങ്ങളൊന്നുമല്ല. കരാറിന്റെ പ്രശ്നങ്ങൾ, കോടതി, ആർബിട്രേഷൻ, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊന്നുമല്ല വിഷയം. ഒരു പോർട്ട് ക്ലോസ് ചെയ്യേണ്ടി വരുന്നതിൽ ഒരു പ്രധാന വിഷയം അതിന്റെ ഡ്രാഫ്റ്റാണ് എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ആ വിഷയത്തിൽ താല്പര്യം വരുന്നത്. അവർ നിർത്തുന്നതിനെ സംബന്ധിച്ച് വലിയ വിഷമമുള്ള കാര്യമാണ്. നമ്മുടെ സമീപത്തുള്ള പോർട്ടാണ്. നമുക്കിവിടെ ആങ്കറിൽ ബർത്തില്ലാതെ വരുമ്പോൾ പോകാവുന്ന ഒരു പോർട്ടാണ്. ഇവിടെ നിന്ന് ഫീഡർ വെസലുകൾ പലതും തൂത്തുക്കുടി പോർട്ടിലോട്ട് മിക്കവാറും ദിവസങ്ങളിൽ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരു പോർട്ടാണ് തൂത്തുക്കുടി. പക്ഷേ അവിടുത്തെ ഒരു ലിമിറ്റേഷൻ നമുക്കെല്ലാം ഒരു പാഠമാകേണ്ടതാണ്. ദ ബിസിനസ് ഓഫ് അവർ കമ്പനി ഹാസ് സഫേർഡ് ഇൻ റീസെന്റ് ടൈംസ്. സിംഗപ്പൂരിന്റെ റിലീസാണ്. ദ ബിസിനസ് ഓഫ് അവർ കമ്പനി ഹാസ് സഫേർഡ് ഇൻ റീസെന്റ് ടൈംസ് ഫോർ വേരിയസ് റീസൺസ്, ഇൻക്ലൂഡിംഗ് ദ VOC പോർട്ട് അതോറിറ്റീസ് ഡിസ്ക്രിമിനേഷൻ against our company as adjudged by the arbitration panel. ആ പാനൽ പറഞ്ഞതനുസരിച്ചാണ് ഇവരെ കുറിച്ച് പറയുന്നത്. in providing lesser draft at our berth in contrast to the competing terminals in the port. പോർട്ടിൽ പല ടെർമിനലുകളുണ്ട്. നമ്മൾ പറയാറുണ്ടല്ലോ, വിഴിഞ്ഞത്തിന് ഒരു ടെർമിനൽ എന്നുള്ള പേര് നൽകി, മുല്ലൂർ ടെർമിനൽ എന്നൊക്കെ പല ടെർമിനലുകൾക്കും പേരുകൾ നൽകണമെന്ന് പറയുന്നത് പോലെ തൂത്തുക്കുടി പോർട്ടിൽ പല ടെർമിനലുകളുണ്ട്. അതിലൊരെണ്ണമാണ് നേരത്തെ പറഞ്ഞ ദക്ഷിൺ ഭാരത് ഗേറ്റ് വേ ടെർമിനൽ.
ഇവിടെ PSA സിക്കാൽ ടെർമിനൽ, അങ്ങനെയുള്ള PSA സിംഗപ്പൂർ പോർട്ടാണ് പറയുന്നത് അവർക്ക് ആവശ്യത്തിനുള്ള ഡ്രാഫ്റ്റ് തൂത്തുക്കുടി പോർട്ട് കൊടുത്തില്ല. കോമ്പറ്റേറ്റീവ് ടെർമിനലിന് കൊടുത്തതുപോലെ ഇൻ കോൺട്രാസ്റ്റ് ടു ദി കമ്പീറ്റിംഗ് ടെർമിനൽസ് ഇൻ ദ പോർട്ട്, പോർട്ടിൽ തന്നെ മറ്റു ടെർമിനലിന് കൊടുത്ത സൗകര്യം, ആഴത്തിലുള്ള സൗകര്യം ഞങ്ങൾക്ക് തരാത്തത് ഈ കോൺട്രാക്ട് അവസാനിപ്പിക്കുന്നതിന് ഒരു കാരണമാണ്. നമ്മുടെ കൊളംബോ പോർട്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാവും 5ഓളം ടെർമിനൽസ് ഉണ്ട് അവിടെ. സിംഗപ്പൂരിലുണ്ട്, ദുബായിക്കുണ്ട്. അങ്ങനെ പലർക്കും പല ടെർമിനൽ ഉള്ളതുപോലെ തൂത്തുക്കുടി പോർട്ടിന്റെ PSA സിക്കാൽ ടെർമിനലാണ് ഈ ഫെബ്രുവരി 28 ക്ലോസ് ചെയ്യുന്നത്. അതിനൊരു കാരണം കുറഞ്ഞ ആഴമാണ്. അവർക്ക് ആവശ്യത്തിനുള്ള ആഴമില്ലെങ്കിൽ കപ്പലിന് അടുക്കാൻ പറ്റില്ല, അവരുടെ ബിസിനസിനെ ബാധിക്കും. ആ പറയുന്നത് ശരിയാണ്. പക്ഷെ എത്രത്തോളം മറ്റുള്ളവർക്ക് കൊടുത്തു ഇവർക്ക് കൊടുത്തില്ല എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മൾ അഭിപ്രായം പറയുന്നില്ല. അത് ആർബിട്രേഷനിൽ തന്നെ അങ്ങനെ തെളിയിക്കപ്പെട്ടു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. എന്തായാലും നമ്മുടെ കൺസേൺ, നമ്മുടെ വിഷയം ഓരോ പോർട്ടിലെയും ആഴം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ആഴം, ഉടയ തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്ന ഈ ആഴം എല്ലാ ദിവസവും, എല്ലാ മാസവും, എല്ലാ വർഷവും തുടർന്നും ഞങ്ങൾക്ക് നൽകണമേ എന്നുള്ള ഒരു പ്രാർത്ഥന ഇത്തരം റിപ്പോർട്ടുകൾ അവതരിപ്പിക്കുമ്പോൾ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്, നമ്മൾ മുന്നോട്ട് വയ്ക്കുകയാണ്. അവരുടെ ഒരു കാര്യം കൂടി പറയുന്നത് ഒരു ജനറൽ നോളജിന്, അക്കോർഡിംഗ് ടു ദ ടേംസ് ഓഫ് ദ PSA സിക്കാൽ കോൺട്രാക്ട് ദ റോയൽറ്റി പെർ TU വാസ് ₹102. തുടക്കത്തിൽ 1998 ഈ കോൺട്രാക്ട് സൈൻ അന്ന് ഒരു കണ്ടെയ്നറിന് ₹102 ഈ PSA സിക്കാൽ തൂത്തുക്കുടി പോർട്ടിന് കൊടുക്കണമായിരുന്നു. അത് ഓരോ വർഷവും 20% കൂടി 5178 ഫോർ എ TU as the royalty raises by 20% every year in July till the end of the contract. 2028 അവസാനിക്കുമ്പോൾ ഒരു കണ്ടെയ്നറിന് ₹5178 ഓപ്പറേറ്റ് ചെയ്യുന്നവർ തുറമുഖത്തിന് നൽകണം എന്നുള്ളതായിരുന്നു കരാർ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സമീപത്തെ പോർട്ടുകൾ പ്രവർത്തിക്കുന്നത് എന്നുള്ള വിവരം കൂടി ഒരു ജനറൽ നോളജ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്തായാലും നമ്മുടെ ഈ 20-24 മീറ്റർ ആഴം ഇനി നമ്മൾ 40 കിലോമീറ്ററിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഉള്ളിലായിരിക്കും ഇനിയുള്ള സാധ്യതകൾ. ടെർമിനലുകൾ പണിയാൻ, ബ്രേക്ക് വാട്ടർ പണിയാൻ ആ ആഴം നമുക്ക് എല്ലാ കാലത്തും നിലനിർത്തി തരണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ സെയിലിംഗ് കമന്ററി അവസാനിപ്പിക്കുന്നു. സൈനിങ് ഓഫ്, ഇലിയാസ് ജോൺ.